ആയിരം ആഴ്ചകൾ എന്ന സിനിമ ഇപ്പോൾ പുറത്തിറങ്ങിയതുമായി പ്രമാണിച്ച് ഇഷാനി തന്നെയാണ് താരം എന്ന് പറയാം. വലിയൊരു നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് ഇഷാനി വീണ്ടും സിനിമയിൽ എത്തുന്നത്. അത് അഹാന ഉൾപ്പെടെ എല്ലാവരും ആഘോഷമാക്കിയിരിക്കുകയാണ്. കൃഷ്ണകുമാറിൻ്റെ മക്കൾ സിനിമയിലേക്ക് എത്തുമ്പോൾ അത് പ്രേക്ഷകർക്കൊരു വല്ലാത്ത സന്തോഷമാണ് എന്ന് തന്നെ നമ്മൾ പറയണം. ഇപ്പോഴിതാ പ്രേക്ഷകരോടൊപ്പം സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കൂടി ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് പറയാം. ഇഷാനി അക്കൂട്ടത്തിലൊരു അഭിമുഖത്തിൽ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും എല്ലാവരും വളരെയധികം ചോദിക്കുകയും ചെയ്യുന്ന അർജുനെക്കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇഷാനി പറയുന്ന ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ദേവനിധി ആണ് ഇഷാനിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് ഇഷാനിയെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ദേവനിധി എനിക്ക് നേരത്തെ അറിയാമെങ്കിലും +1 +2 ട്യൂഷൻ സമയത്താണ് ഞാൻ അർജുനെ കണ്ടുമുട്ടുന്നത്. അവിടുന്ന് തുടങ്ങിയ സൗഹൃദമാണ് ഞാൻ ദേവൻ അർജുനുമായിട്ടുള്ളത്. അതെപ്പോഴും ആ കൂട്ട് നന്നായി മുൻപോട്ട് പോകുന്നു. അതല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല എന്ന് നാണത്തോടെയുള്ള ഇഷാനിയുടെ മറുപടിയിൽ തന്നെ എല്ലാമുണ്ട്. ഇവരുടെ കുടുംബത്തിൽ പല കാര്യങ്ങളും വെളിയിൽ പറയാതെ പേഴ്സണലായി സൂക്ഷിക്കുന്നൊരു വ്യക്തിയാണ് ഇഷാനി. പൊതുവെ ഇഷാനി എല്ലാവരോടും അങ്ങനെ സംസാരിക്കുന്ന പ്രകൃതക്കാരിയല്ല. വളരെ പാവമായി മിണ്ടാതിരിക്കുന്നൊരു കുട്ടിയാണ്. വ്ളോഗിൽ മാത്രമാണ് അധികവും സംസാരിക്കാറുള്ളതെങ്കിലും വ്ളോഗിംഗ് പോലും പലപ്പോഴും ഇഷാനി മടി കാരണമോ മടുപ്പ് കാരണമോ ചെയ്യാറ് പോലുമില്ല. ദിയയുടെയും അഹാനയുടെയും അത്ര പോലും ആളുകളുമായി സംസാരിക്കാനോ വ്ളോഗ് ചെയ്യാനോ എപ്പോഴും ഇഷാനി മുൻകൈ എടുക്കാറുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇഷാനിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇത്ര താല്പര്യവും. സിന്ധുവിനോടാണ് ഭൂരിഭാഗം സമയത്തും എല്ലാവരും ഇഷാനിയെക്കുറിച്ച് ചോദിക്കുന്നത്. സിന്ധുവിൻ്റെയോടൊപ്പം എപ്പോഴും കാണുന്നൊരു വ്യക്തി കൂടിയാണ് ഇഷാനി. ഇഷാനി ഇപ്പോൾ എല്ലാ ഷൂട്ടിങ്ങിൻ്റെ പ്രൊമോഷന് പോകുമ്പോഴും സിന്ധുവിനെയും കൂട്ടി തന്നെയാണ് പോകുന്നത്. അതും എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. അതൊക്കെ കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഇഷാനിയോട് ഈ ചോദ്യം ചോദിക്കുന്നതും. അർജുനുമായി പ്രണയത്തിലാണോ എന്നും സൗഹൃദത്തിലാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും എത്താറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതേത് വളരെ ശരിയാണ്, എന്നോടും ചോദിക്കാറുണ്ട് എന്ന് മാത്രമായിരുന്നു ഇഷാനി മറുപടി നൽകിയത്. ഇഷാനിയുടെ കൂടുതൽ വ്ളോഗുകളിലും അഹാനയുടെ വ്ളോഗുകളിലും ഒക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നൊരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ അർജുൻ എന്ന് പറയുന്നത്. ഇവരുടെ വീട് റെനോവേറ്റ് ചെയ്തപ്പോഴും അഹാന പുതിയ കാർ വാങ്ങിയപ്പോഴും ഓമിയുടെ വീഡിയോകളിൽ ഉൾപ്പെടെ പലപ്പോഴും നമുക്ക് ഇവരുടെ വീട്ടിലെ സ്ഥിരം അതിഥിയാണ് അർജുൻ എന്ന് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാവരും പറയുന്നത് പോലെ ഇഷാനിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായതുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും വീട്ടിൽ വരുന്നതെന്ന്. ഇവരുടെ വീട്ടിലെ മിക്ക ഇൻറ്റീരിയർ കാര്യങ്ങൾ ഉൾപ്പെടെ ചെയ്ത് തീർത്ത് കൊടുത്തതും അർജുൻ തന്നെയാണ്. അതുകൊണ്ട് ഇവരുടെ കുടുംബവുമായും വളരെയധികം അടുപ്പമുള്ളൊരു കുട്ടിയാണ്. അതിനപ്പുറം ആ കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സമയമാകുമ്പോൾ അവർ പറയുമെന്നും ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ലെന്നും പറയുന്നുണ്ട്. എന്നിരുന്നാലും ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും ചോദിക്കുന്നവരും ഇഷാനിയും അർജുനും തമ്മിൽ പ്രണയത്തിലാണോ എന്നറിയാൻ ചോദിക്കുന്നവരുമൊക്കെ ഒരുപാടുണ്ട് എന്നുകൂടി നമുക്ക് പറയാൻ സാധിക്കുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.